ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ കേൾക്കുന്ന ദൈവവചനം നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 58 അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങളാണ് ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി നമ്മൾ വായിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്വാതന്ത്ര്യം, ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, നമുക്ക് ലഭിക്കുന്ന വിടുതലുകൾ, അതെല്ലാം ഈ സന്ദേശം നിങ്ങൾക്ക് കേൾക്കുമ്പോൾ, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ, നിങ്ങൾ ഇതിന് ആമേൻ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58 അധ്യായത്തിൻ്റെ 6-5 വാക്യങ്ങൾ. എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ, തലയെ വേഴത്തെ പോലെ കുനിക്കുക, രട്ടും വിണ്ണീരും വിരിച്ച് കിടക്കുക, ഇതാകുന്നു ഉപവാസം. ഇതിനോ നീ നോമ്പെന്ന് യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിടുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതത്രേ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. ഉപവാസത്തെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് വായിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുമ്പോൾ സിയോനിലെ ദൈവമക്കൾ ഉപവസിക്കുന്നു. അവരുടെ ഉപവാസം എങ്ങനായിരിക്കണം, എങ്ങനായിരിക്കരുത് എന്നൊക്കെ ദൈവം യെശയ്യാവിലൂടെ തൻ്റെ ജനത്തോട് അറിയിക്കുന്ന ഭാഗമാണ് ഈ വായിച്ചത്. 5-ാം വാക്യത്തിൽ പറയുകയാണ്, എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതാണോ എന്ന് പറഞ്ഞാൽ, പുറമേ ഉപവാസത്തിന് വേണ്ട രീതികൾ, അതിൻ്റെ ക്രമമനുസരിച്ച് ആളുകൾ ഉപവസിക്കുന്നുണ്ട്. എങ്ങനെയാണ് പണ്ട് കാലത്ത് ഉപവസിച്ചത്? അവിടെ വായിക്കുന്നത്, തലയെ വേഴത്തെ പോലെ കുനിയിക്കുക, രട്ടും വെണ്ണീരും വിരിച്ച് കിടക്കുക. അക്കാലത്ത് ഉപവസിക്കുന്ന ആളുകൾ രട്ടിലും വെണ്ണീരിലും ഇരുന്നു. രട്ടിലും വെണ്ണീരിലും ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രട്ട് ചാക്ക് ശീലയിൽ, ചാക്കുടുത്തുകൊണ്ട് അവരിയ്ക്കുക, സാക്ക് ക്ലോത്ത് ഉടുത്തുകൊണ്ടിരിക്കുക. വെണ്ണീരിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ചാരത്തിനകത്തിരിക്കുക, ആശസ്സിനകത്ത് ഇരിക്കുക. അത് കാണിക്കുന്നത് താഴ്മയെ കാണിക്കുകയാണ്. രാജവസ്ത്രമൊക്കെ നീക്കി മേത്തരമായ അങ്കിയൊക്കെ മാറ്റി താഴ്മയുടെ വസ്ത്രമായ ചാക്കുടുത്തുകൊണ്ടിരിക്കുക. പട്ടുമെത്തയിൽ നിന്നൊക്കെ മാറി രാജകൊട്ടാരത്തിൽ നിന്നൊക്കെ ഇറങ്ങി എവിടെ ഇരിക്കുകയാണ്? ചാരത്തിനകത്തിരിക്കുകയാണ്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അപ്രകാരം ഉപവസിച്ച ആളുകളെക്കുറിച്ച് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രത്യേകാൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നു. ദാനിയേൽ ഉപവസിച്ച രീതിയാണ്. അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിലിരുന്നും കൊണ്ട് പ്രാർത്ഥനയോടെ യാചനകളോടുകൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. 4-ാം വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ദൈവമായ യഹോവയോട് ഞാൻ പ്രാർത്ഥിച്ച് ഏറ്റു പറഞ്ഞതെന്തെന്നാൽ, തന്നെ സ്നേഹിക്കുന്നവർക്കും തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കും നിയമവും ദൈവം പാലിക്കുന്നവനായി മഹാനും ഭയങ്കരനുമായ ദൈവമേ. അപ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, അപ്പോൾ ഞാൻ ഉപവസിച്ചും രട്ടെടുത്തും വെണ്ണീരിലും ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പണ്ട് കാലത്ത് ഉപവസിക്കുമ്പോൾ രട്ടെടുത്തുകൊണ്ട്, വെണ്ണീരെടുത്തുകൊണ്ട്, തലവേടത്തെ പോലെ കുനിച്ചുകൊണ്ട്, താഴ്മയുടെ പ്രതീകമായി ബാഹ്യമായി അവരങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഇവിടെ ദൈവജനം ഉപവസിക്കുന്നു, ബാഹ്യമായ എല്ലാ പ്രകടനങ്ങളുമുണ്ട്. പക്ഷേ ദൈവം പറയുകയാണ്, ഇതാണോ ഉപവാസം? യഥാർത്ഥത്തിൽ ഇതാണോ ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്ത് സംഭവിക്കേണ്ട, നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കേണ്ട കാര്യമുണ്ട്. എന്താണ് അത്? ഉപവാസത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പദപ്രയോഗം ആത്മതപനമെന്നാണ്. 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. ഇതാണോ ഉപവാസം? ഇതിനാണോ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പറയുന്നത്? 5-ാം വാക്യത്തിൻ്റെ പ്രാരംഭത്തിൽ പറയുന്നത്, എനിക്കിഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മതപനം ചെയ്യുന്നു. അപ്പോൾ ഉപവാസത്തിന് ബൈബിൾ കൊടുത്തിരിക്കുന്ന പദം ആത്മതപനം, ഹംബിൾ അവർ സെൽഫ്, ഹംബിൾ ഹിംസെൽഫ്. സങ്കീർത്തന പുസ്തകങ്ങളിലെ 2 വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ
നമ്മെ തന്നെ താഴ്ത്തുന്നതാണ് ഉപവാസമെന്ന് പറയുന്നുണ്ട് 35-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ. ഞാനോ അവർ ദീനമായി കിടക്കുമ്പോൾ രട്ടെടുത്തു. കണ്ടോ, രട്ടെടുത്തു. ഉപവാസം കൊണ്ട് ഞാൻ ആത്മതപനം ചെയ്തു. എൻ്റെ പ്രാർത്ഥന എൻ്റെ മാർവിടത്തിലേക്ക് മടങ്ങി വന്നു. അങ്ങനെയാണ് പറയുന്നത്, ഞാൻ എന്നെ തന്നെ താഴ്ത്തി ആത്മതപനം ചെയ്തു എന്ന്. അതേസമയം 69-ാം സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെയും ഇതേ പദപ്രയോഗമാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. അപ്പം ആത്മതപനമാണ് ഉപവാസം, നമ്മെ തന്നെ താഴ്ത്തുന്നതാണ് ഉപവാസം. എന്നാൽ ദൈവത്തിൻ്റെ വചനം ചോദിക്കുകയാണ്, നിങ്ങൾ പുറമേ താഴ്ത്തിയാൽ മാത്രം മതിയോ? താഴ്ത്തിയതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. അതാണ് നമ്മൾ വായിച്ചത് 6-ാം വാക്യത്തിൽ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. 4 കാര്യങ്ങളാണ് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നത്. 1, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ടു ലൂസ് ദ ബാൻഡ്സ് ഓഫ് വിക്കഡ്നെസ്, ബോൺസ് ഓഫ് വിക്കഡ്നെസ്. അന്യായ ബന്ധനം, അറിയാത്ത രീതിയിൽ ബന്ധിച്ച ബന്ധനം, വിക്കിഡായിട്ടുള്ള ബന്ധനങ്ങൾ ഒരു ഉപവാസം നടക്കുമ്പോൾ, ഒരു പ്രാർത്ഥന നടക്കുമ്പോൾ അഴിയപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറയുമ്പോൾ ആൾ അറിഞ്ഞിട്ടില്ല അവർ ബന്ധിക്കപ്പെട്ടത്. കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുമ്പോൾ ഒരുപാട് കൃഷിസ്ഥലങ്ങൾ ഉണ്ട്. അപ്പോൾ കണ്ടം ഏരിയാസൊക്കെ ഉണ്ട്. കണ്ടം സൈഡിൽ നിന്ന് വെള്ളം കയറി റോഡിലേക്ക് കയറും. എന്നാൽ ചില കണ്ടങ്ങളിൽ ലീച്ചുണ്ട്, അട്ടകളുണ്ട്. ഈ അട്ട നീന്തിപ്പോകുന്ന ആളുകളുടെ കാലയിൽ കയറി പിടിക്കും. അപ്പോൾ പ്രായമുള്ള ആൾക്കാർ പറയും, അട്ടയുള്ള കണ്ടമാണ്, നോക്കി നടക്കണമെന്ന് പറയും, നോക്കി നീന്തി പോകണമെന്ന് പറയും. കണ്ടം സൈഡിൽ നിന്ന് വെള്ളം റോഡിലോട്ട് കയറുന്നതുകൊണ്ട് ആ അട്ട വെള്ളത്തിനകത്തോട്ട് കയറും, റോഡിലെ വെള്ളത്തിലോട്ട്. അപ്പം നടന്നു പോകുന്നവരുടെ കാലയിൽ കയറും. അപ്പം പല ആളുകളും ശ്രദ്ധിക്കാതെ നീന്തി പോകുന്നത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കരയിലോട്ട് കയറി കഴിയുമ്പോൾ വെള്ളമില്ലാത്ത ഭാഗത്തോട്ട് കയറി കഴിയുമ്പോൾ അവരുടെ കാലിൽ നിന്ന് ചോര വീഴുന്ന കാണാം. ചെറിയൊരു വേദന അനുഭവപ്പെടും, ചെറുതായിട്ട്, വലിയ വേദനയൊന്നുമില്ല. അവർ നോക്കുമ്പോൾ ചോര പോകുന്നു, ഒന്നും അനുഭവിക്കുന്നു. നോക്കിയപ്പോഴാണ് എന്തോ ഒരു സാധനം കാലേ കയറി പിടിച്ച് അവരറിഞ്ഞില്ല. കാലയിൽ അട്ട കയറി കടിച്ചത് അവരറിഞ്ഞില്ല. അറിഞ്ഞത് എപ്പോഴാണ്? ചെറിയൊരു വേദന വന്നു, ചോര പോകുന്നത് കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അപ്പം പ്രായമുള്ള ആളുകൾ പറയും, ഇപ്പോൾ ഇച്ചിരി ഉപ്പിട്ടാൽ മതി, ഉപ്പിടുമ്പോൾ ആ അട്ട കാലിൽ നിന്ന് അടർന്നങ്ങ് പോവും, വലിച്ച് പറിക്കാനൊന്നും പോകണ്ട, ഉപ്പിട്ടാൽ മതി. അവരുടെ കാല കയറി പിടിച്ചത് അവരറിഞ്ഞില്ല. വീടിൻ്റെ മുൻവശത്തൊക്കെ പണ്ട് കാലത്ത് വലിയ മാവുകളുണ്ടായിരുന്നു. പിൽക്കാലത്ത് അതെല്ലാം വെട്ടിക്കളഞ്ഞു. പണ്ട് കാലത്തുണ്ടായിരുന്ന മാവ് നല്ല ഫലമുള്ള മാവായിരുന്നു. എന്നാൽ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ മാവിനകത്ത് മാങ്ങ ഉണ്ടാകുന്നില്ല, ഫലം കായ്ക്കത്തില്ല. ആളുകൾ പറഞ്ഞു, മഴ ഇത്തവണ നേരത്തെ വന്നതുകൊണ്ടാണ് ഈ മൂവാണ്ടൻ മാവ് കായ്ക്കാഞ്ഞത്. അത് മഴ വന്നു കഴിഞ്ഞപ്പോൾ പൂവെല്ലാം അടർന്നു പോയി, അതുകൊണ്ടാണ് കായ്ക്കാഞ്ഞത്. പക്ഷേ നോക്കിയപ്പോൾ അപ്പുറത്തുള്ള മാവേലെല്ലാം മാങ്ങ കായ്ച്ചിട്ടുണ്ട്, ഈ മാവിന് മാത്രം മാങ്ങ ഇല്ല. പിന്നീട് മനസ്സിലായി, മഴ നേരത്തെ വന്നതോ മഴ താമസിച്ച് വന്നതോ ഒന്നും അല്ല കാര്യം. പിന്നെന്തുവാ? ഇത്തിള് കയറി പിടിച്ചു. ഇത്തിള്, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ ഇതിന് പറയുന്നതെന്ന് അറിയത്തില്ല. ഒരു പാരസൈറ്റ് പോലെ ഇത്തിള് കയറി പിടിച്ചു. അതറിഞ്ഞില്ല, മാവറിഞ്ഞില്ല ഇത്തിള് കയറി പിടിച്ചത്. വേര് വലിച്ചെടുക്കുന്ന വെള്ളം, വേര് വലിച്ചെടുക്കുന്ന സകല ധാതു ലവണങ്ങളും മാവിൻ്റെ ആവശ്യമായ സ്ഥലത്തോട്ടല്ല പോകുന്നത്, ഇത്തിളിൻ്റെ ദേഹത്തോട്ടാണ് കയറുന്നത്. ഇത്തിള് അങ്ങ് വലുതായി, മാവ് ശോഷിച്ചു പോയി, മാവ് ഉണങ്ങിപ്പോയി, മാവിന് പഴയ പോലെ ഫലം കായ്ക്കാൻ പറ്റുന്നില്ല. എന്താ കാര്യം? കിട്ടുന്നത് മൊത്തം ഇത്തിള് വലിച്ചു കയറി. ഇത്തിള് കയറിയത് അറിഞ്ഞില്ല. അത് വലിഞ്ഞു കയറിയപ്പോഴേ മരുന്നടിച്ചു വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞാൽ മതിയായിരുന്നു, ഫലം കായ്ക്കുമെന്ന് അറിഞ്ഞില്ല. ഇതുപോലെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിലും. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും, പിന്നെ അവൾ, ശിംശോനെ, ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ ഉറക്കമുണർന്നു, യഹോവ തന്നെ വിട്ടു എന്ന് അറിയാതെ. കണ്ടോ, ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞെഴുന്ന് കളയുമെന്ന് അവൻ വിചാരിച്ചു. ശിംശോൻ അറിഞ്ഞില്ല ദൈവസാന്നിധ്യം, അഭിഷേകം, ദൈവശക്തി, യഹോവ തന്നെ വിട്ടുമാറിയത് അറിഞ്ഞില്ല. ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോയി പിന്മാറ്റത്തിലേക്ക്. യേശുവിൻ്റെ അമ്മയപ്പന്മാർ
യെരുശലേമിലേക്ക് പോയ കാര്യം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 41 തൊട്ടുണ്ട്. സമയത്ത് യേശുവിൻ്റെ അമ്മയപ്പന്മാർ യെരുശലേമിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് അവരറിഞ്ഞില്ല യേശു കർത്താവ് അവരെ വിട്ടുപോയത്. 44-ാം വാക്യത്തിൽ അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല യേശു യെരുശലേമിൽ താമസിച്ചു. അവരറിഞ്ഞില്ല. ഇതുപോലെ പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മളറിയുന്നില്ല. ആത്മീയ ഉറക്കം ഉണ്ടാകുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, ദൈവസാന്നിധ്യം വിട്ടുപോകുമ്പോൾ, ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ആ യാത്രയിൽ അന്യായമായി കയറിക്കൂടുന്നത് എന്താണെന്ന് നമ്മൾ വിജിലൻ്റ് അല്ലാത്തത് കൊണ്ട്, ഉണർന്നിരിക്കാത്തത് കൊണ്ട് പല ബന്ധനങ്ങളും ജീവിതത്തിൽ കടന്നുകൂടുകയാണ്. എന്ന് പറഞ്ഞാൽ നുഖത്തിൻ്റെ അമ്മിക്കയറുകളുണ്ട്, ഹെവി ബർഡൻസ് ഉണ്ട്. ഇത് അഴിയപ്പെടണം. അത് നടക്കുന്നത് ഉപവാസത്തിനകത്താണ്. 3-ാമത്തെ കാര്യം, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ടു ലെറ്റ് ഇത് ഓപ്പർസിഡ് ഗോ ഫ്രീ. 4-ാമത്തത്, എല്ലാ നുഖത്തെയും തകർക്കുക. ഈ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കണം, ദൈവജനത്തിൻ്റെ ജീവിതത്തിനകത്ത് നടക്കണം. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കൃപയിൽ നിൽക്കുന്ന, അഭിഷേകമുള്ള, പ്രാർത്ഥിക്കുന്ന, തിരുവചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധനമുണ്ടോ? പിശാചിന് ബന്ധിക്കാൻ കഴിയുമോ? അതൊരു ചോദ്യമാണ്. ഒരിക്കലുമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പ്. അതെന്താ കാര്യം? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷപ്പെട്ട ഒരുവനുണ്ട്. അത് യേശു ക്രിസ്തുവ. 1 യോഹന്നാൻ 3:8 നമ്മൾ വായിക്കുന്നത്. പിശാചിൻ്റെ പ്രവൃത്തി എന്താ? അത് പാപമാണ്. ഞാനൊന്ന് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ബന്ധിക്കപ്പെടുക എന്നുള്ളത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. അതിൻ്റെ കാരണം പാപമാണ്. മനുഷ്യവർഗത്തെ പാപത്തിൽ വീഴ്ത്തിയ പിശാചിൻ്റെ പ്രവൃത്തിയെ അഴിപ്പാൻ പ്രത്യക്ഷനായ ഒരുവനുണ്ട്. അത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അടിമനുഖത്തിൻ്റെ കീഴിലല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ബന്ധനത്തിൻ്റെ കീഴിലല്ല. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ബന്ധനം എന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് പറയുവാണെങ്കിൽ സ്വാതന്ത്ര്യമാണ്, ഫ്രീഡമാണ്. ഈ ഫ്രീഡം യേശുക്രിസ്തു നമുക്ക് തരുന്നു, പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. എന്നാൽ വീണ്ടും പാപം ചെയ്യുമ്പോൾ ബന്ധനത്തിൻ്റെ കീഴിലാണ്, നുഖത്തിൻ്റെ കീഴിലാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു കർത്താവ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം തുറന്നെടുത്തുകൊണ്ട് ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്ന വാക്യമുണ്ട്. എന്താ? യെശയ്യാ പ്രവാചക പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. 18-ാം വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാനും പീഡിതരെ വിടിവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുക. അപ്പോൾ യേശു വന്നത് ബന്ധിക്കപ്പെട്ടവൻ്റെ ബന്ധനമഴിക്കാൻ, മാനവരാശിയുടെ കെട്ടുകളഴിക്കാനാണ് യേശു വന്നത്. ഏതായിരുന്നു ആ ബന്ധനം? ഏതായിരുന്നു ആ കെട്ട്? അത് പാപത്തിൻ്റെ കെട്ടായിരുന്നു. ആ കെട്ട് അഴിയപ്പെട്ടത് കാൽവറി കുരിശിലാണ്. യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്തിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ജഡത്തിൻ്റെ പ്രവൃത്തികളെ ഉരിഞ്ഞു കളയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബന്ധിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ വ്യക്തമായി യോഹന്നാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആരെയാണ് പിശാച് തോൽപ്പിക്കുന്നത്? ആരാണ് പിശാചിനെ തോൽപ്പിക്കുന്നത് എന്ന് വ്യക്തമായി താൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുന്നു. അങ്ങനെയാണ് ആ ഭാഗത്ത് വായിക്കുന്നത്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം, ദൈവത്തിൽ ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നില്ല. അപ്പോൾ ബന്ധനത്തിൻ്റെ കീഴില്ലാത്തവരാണെന്നറിയാമോ? വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ്. വിശുദ്ധ ജീവിതം നയിക്കുന്നവരെ പിശാചിന് തൊടാൻ പറ്റത്തില്ല. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ബന്ധനം 3 തലത്തിലാണ് വെളിപ്പെടുന്നത്. 1 ശാരീരിക മേഖലയിൽ ബന്ധനം, 2 മാനസിക തലത്തിൽ, 3 ആത്മീക തലത്തിൽ. ശാരീരിക തലത്തിൽ ബന്ധനങ്ങൾ അനുഭവിക്കുമ്പോൾ, മാനസിക തലത്തിൽ അനുഭവിക്കുമ്പോൾ, ആത്മതലത്തിൽ വെളിപ്പെടുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ വ്യക്തിക്ക് കടന്നു വരാൻ കഴിയാതെ, ദൈവത്തിൻ്റെ പദ്ധതികൾ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാതെ, സാത്താൻ്റെ ഇച്ഛകൾ
ഇരുട്ടിൻ്റെ ഇച്ഛകൾ, ശത്രുവിൻ്റെ ഇച്ഛകൾ ആ വ്യക്തിയിൽ വെളിപ്പെടുകയാണ്. വീണ്ടും തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പോൾ പിശാച് കെട്ടിയ കെട്ടുകളുണ്ട്, പിശാച് വരുത്തുന്ന ബന്ധനമുണ്ട്, മനുഷ്യൻ വരുത്തുന്ന ബന്ധനമുണ്ട്, നാം തന്നെ സ്വയമേ കെട്ടിവെക്കുന്ന ബന്ധനമുണ്ട്. ബന്ധനം എത്ര വലുതായിക്കോട്ടെ, എത്ര ചെറുതാക്കിക്കോട്ടെ, അതിനെ അഴിപ്പാൻ ശക്തിയുള്ള ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തു മാത്രമാണ്. പാരമ്പര്യത്തിൻ്റെ ബന്ധനത്താൽ, ശാപത്തിൻ്റെ ബന്ധനത്താൽ കുടുങ്ങിക്കിടക്കുന്ന അനേക ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ദൈവം നമുക്ക് അഭിഷേകം തന്നത്, ദൈവം നമുക്ക് വചനം തന്നത്, ഇത് ഉപയോഗിച്ച്, വചനം ഉപയോഗിച്ച് അവരുടെ കെട്ടുകളെ അഴിക്കുവാനാണ് ദൈവം ഈ ലോകത്തിൽ തൻ്റെ ജനത്തെ ആക്കി വെച്ചിരിക്കുന്നത്. അതായത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടു, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടു. ബന്ധിക്കപ്പെട്ടവൻ്റെ ബന്ധനം അഴിക്കുന്ന ഒരൊറ്റ സന്ദേശമേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. അത് നിസ്തുല്യമാണ്. ആമേൻ. വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തുന്നത്, പിശാചിൻ്റെ അടിമുഖത്തിൽ കിടക്കുന്ന വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്നത് യേശു ക്രിസ്തുവിൻ്റെ സന്ദേശമാണ്. പ്രിയമുള്ളവരെ, പിശാച് ബന്ധിച്ചൊരു സ്ത്രീയെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് 10 തൊട്ട് 16 വരെയുള്ള വാക്യത്തിൽ ആ കാര്യങ്ങളെ കാണാം. ആ വേദഭാഗങ്ങളെല്ലാം ഇവിടെ പ്രസ്താവിക്കുന്നില്ല, നമുക്ക് സമയം വളരെ ചുരുക്കമാണല്ലോ. അതിൻ്റെ 12-ാം വാക്യം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ അറിയിക്കുന്നത്: യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. 18 വർഷം കൂനിയായൊരു സ്ത്രീ ആലയത്തിൽ കടന്നു വരിക. 18 കൊല്ലമായി ആലയത്തിൽ വരുന്നു. ഒരുപക്ഷെ 18 കൊല്ലമായി ആലയത്തിൽ വന്നുണ്ടായിരിക്കും, പക്ഷേ എത്ര നാൾ വന്നെന്ന് അവിടെ എഴുതിയിട്ടില്ല. 18 കൊല്ലമായി കൂനിയായൊരു സ്ത്രീയാണ്. പ്രായം അറിയത്തില്ല, എത്ര നാൾ പള്ളി വന്നെന്നറിയത്തില്ല, പക്ഷേ പള്ളി വരുന്നുണ്ട്, എന്നിട്ടും വിടുതലില്ല. പക്ഷേ ഒരു ദിവസം യേശു കർത്താവ് അവളെ സൗഖ്യമാക്കി. എന്നിട്ട് പറയുകയാണ്, നിൻ്റെ രോഗബന്ധനം എന്ന് പറഞ്ഞാൽ രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. എല്ലാ രോഗങ്ങളല്ല. രോഗങ്ങൾ എങ്ങനെയാണ് മനുഷ്യന് വരുന്നത്? 1, കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകാം. 2, പാരമ്പര്യ രോഗങ്ങളുണ്ട്. 3, കഴിക്കുന്ന ഭക്ഷണം നിമിത്തം ജീവിതശൈലി രോഗങ്ങളുണ്ട്. എന്നാൽ രോഗബന്ധനത്തെക്കുറിച്ച് ബൈബിൾ പരിചയപ്പെടുത്തുക. പിശാച് ബന്ധിച്ചിരിക്കുക. പിശാച് ബന്ധിച്ചോ? 16-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: 18 സംവത്സരമായി സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായി ഇവളെ ശബത്ത് നാളിൽ ബന്ധനം അഴിച്ചുവിട്ടില്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ സാത്താൻ ബന്ധിച്ചതാണ്, രോഗബന്ധനമാണ്. എന്നാൽ ഇതിനെ അഴിപ്പാൻ പ്രാപ്തിയുള്ള ഒരുവനെ ഉണ്ടായിരുന്നുള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സാത്താൻ്റെ ഇരുട്ടിൻ്റെ എത്ര വലിയ ബന്ധനത്തിന് അട്ടിമകളായി കിടന്നവരെയും റിലീസ് ചെയ്യുവാൻ, സ്വാതന്ത്ര്യം വരുത്തുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതാണ് ദൈവത്തിൻ്റെ വചനം പറയും. യോഹന്നാൻ 8:36, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരത്രേ. ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവരെ പിശാചിന് ബന്ധിക്കാൻ കഴിയത്തില്ല. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അബ്രഹാമിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. തൻ്റെ തലമുറയെക്കുറിച്ച് ദൈവം നാളുകൾക്ക് മുമ്പ് കൊടുത്ത ഒരു പ്രോമിസായിരുന്നു. എന്നാൽ ഇവരെ ബന്ധിച്ചിരുന്നു. എന്തിനാണ് ഫറവോൻ ബന്ധിച്ചതെന്നറിയാമോ? പ്രധാന കാരണം ഇതാണ്. പുറപ്പാട് പുസ്തകം 7:16 വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്: മരുഭൂമിയിൽ എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്കുക എന്ന് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ ദൈവത്തെ ആരാധിക്കാൻ വിട്ടയക്കണമെന്നുള്ളതായിരുന്നു ദൈവപദ്ധതി. എന്നാൽ ഇതിന് വിടാതെ ഫറവോൻ ബന്ധിച്ചു. ആരാധനയ്ക്ക് വിടത്തില്ല, ആരാധിപ്പിക്കത്തില്ല. ആരാധനയ്ക്കെതിരെയുള്ള ബന്ധനം, സത്യാരാധനയ്ക്കെതിരെയുള്ള ബന്ധനം. എന്നാൽ ദൈവത്തിൻ്റെ ജനത്തെ അധിക നാളൊന്നും ആർക്കും ബന്ധിച്ചിടാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പദ്ധതിയുള്ള വ്യക്തിയെ പിശാചിന് അധിക നാൾ ബന്ധിച്ചിടാൻ പറ്റത്തില്ല. എന്താ കാര്യം? 107-ാം സങ്കീർത്തനത്തിനകത്ത് ഇതിനെ സംബന്ധിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റുണ്ട്. 14-ാം വാക്യം എന്താ? അവൻ അവരെ ഇരുട്ടിൽ നിന്നും അന്ധതമസിൽ നിന്ന് പുറപ്പെടുവിച്ചു, അവരുടെ ബന്ധനങ്ങളെ അറത്തു കളഞ്ഞു. അവരുടെ ബന്ധനങ്ങളെ അറത്തു കളഞ്ഞു. ബന്ധനത്തെ ദൈവം അറച്ചു. ആരാധനയ്ക്ക് വിടാത്ത ആ ബന്ധനത്തെ, ആരാധിപ്പിക്കാത്ത ആ ബന്ധനത്തെ സ്വർഗത്തിലെ ദൈവം അറത്തു കളഞ്ഞു. തൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാത്ത ഫറവോനെ ദൈവം
കൈകാര്യം ചെയ്തിട്ട് തൻ്റെ ജനത്തെ റിലീസ് ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറയെക്കുറിച്ച് ഒരു ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, ഒരു ബന്ധനത്തിനോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരിരുട്ടിനോ അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 18-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കൈകൾ കാലുകൾ ഒക്കെ ബന്ധിച്ച് ആമത്തിലാക്കി കാരാഗൃഹത്തിനകത്ത് അകപ്പെടുത്തി. എന്നാൽ ആ ബന്ധനത്തിൻ്റെ നടുവിൽ അവരെ ബന്ധിച്ചപ്പോൾ, അതിൻ്റെ നടുവിൽ അവർ ആരാധിക്കാൻ തയ്യാറായപ്പോൾ, അർദ്ധരാത്രിയിൽ അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. അടിസ്ഥാനങ്ങൾ കുലുങ്ങി. ആരാധന നമ്മുടെ ആയുധമാണ്. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവമഹത്വം ഇറങ്ങുന്നതാണ് ആരാധന. നമ്മുടെ ജീവിതം ആരാധനയാണ്. അഭിഷേകത്തിൻ്റെ നിറവിൽ ഒരു ദൈവ പൈതൽ ആരാധിക്കുമ്പോൾ വിരിഞ്ഞു മുറുക്കിയിരിക്കുന്ന സകല ബന്ധനങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ ആ വ്യക്തിയെ ദൈവം സഹായിക്കും. പ്രവൃത്തികൾ പുസ്തകം 12-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുള്ള പത്രോസിനെ കുറിച്ച് വായിക്കാം. തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നു, നീ പ്രായമായിട്ട് മരിക്കത്തുള്ളൂ എന്നുള്ളത് ദൈവത്തിൻ്റെ നിയോഗമായിരുന്നു, ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. യാക്കോബിനെ വാളുകൊണ്ട് കൊന്ന ഹേരോദാവോ പത്രോസിനെ കൊല്ലുവാൻ ശ്രമിച്ചു. പക്ഷേ സഭയുടെ പ്രാർത്ഥന പത്രോസിനെ പുറത്തെടുത്തു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എത്ര അകലത്തായാലും എത്ര ദൂരത്തായാലും, ആരൊക്കെ ബന്ധിച്ചെന്ന് പറഞ്ഞാലും ആരൊക്കെ കെട്ടിയെന്ന് പറഞ്ഞാലും, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അഴിയേണ്ട സ്ഥലത്ത് ദൈവം അഴിക്കും. പത്രോസിനെ ദൈവം പുറത്തെടുത്തു. ആമേൻ. മർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം വായിക്കുമ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച് നമുക്കവിടെ വായിക്കാൻ കഴിയും. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ എന്താണെന്നറിയാമോ? ഇങ്ങനെ വായിക്കുന്ന, അവർ യെരൂശലേമിലേക്ക് സമീപിച്ച ഒലിവുമലക്കരികെ ബേത്ഫാഗയിലും ബെഥാനിയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാരിൽ 2 പേരെ അയച്ച് അവരോട്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടല്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. കെട്ടപ്പെട്ടൊരു കഴുത, അതിനെ അഴിച്ചു കൊണ്ടുവരാനാണ് പറഞ്ഞത്. 3-ാം വാക്യത്തിൽ, ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ, അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ടയക്കും. ആ കഴുതക്കുട്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ശ്രേഷ്ഠമാണ്. സക്കരിയ പ്രവാചകൻ്റെ പുസ്തകമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ യെരൂശലേം പുത്രിയെ കഴുതക്കുട്ടിയുടെ വാഹനമൃഗത്തിൻ്റെ മുകളിൽ കയറി വരുന്നവനെക്കുറിച്ച്, യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രവചനിച്ച പ്രവചനമായി. കഴുതക്കുട്ടിയെക്കുറിച്ചൊരു പ്രവചനം ഉണ്ടായിരുന്നു. ആ പ്രവചനമുള്ള കഴുതക്കുട്ടിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? കെട്ടപ്പെട്ട് കിടക്കുന്ന കഴുതയെ അഴിച്ചു കൊണ്ടുവരുവാൻ യേശു പറയുക. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നിങ്ങളോട് ഇതിനെ അഴിക്കുന്നത് എന്ത്, ഇത് ചെയ്യുന്നത് എന്ത് എന്നാരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയും. എത്ര കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണേലും ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്താ പറയേണ്ടതെന്നറിയാമോ? കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. തലമുറകളൊക്കെ കൊണ്ട് മാതാപിതാക്കൾ പറയണം, കർത്താവിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട്, കർത്താവിന് ഇവളെ കൊണ്ട് ആവശ്യമുണ്ട്. നെഞ്ചത്ത് കൈവച്ച് പറയണം, കർത്താവിന് എന്നെക്കുറിച്ച് ആവശ്യമുണ്ട്. എത്ര കെട്ടപ്പെട്ടാലും ഉണ്ടല്ലോ, പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ കഴുതക്കുട്ടിയെ വീണ്ടെടുക്കുന്നതിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ 34-ാം അധ്യായത്തിൻ്റെ 19, 20 വാക്യങ്ങളിലുണ്ട്. എന്തുവാണോ എഴുതി വെച്ചേക്കുന്നതെന്നറിയാമോ? ആദ്യം ജനിക്കുന്നതൊക്കെയും നിൻ്റെ ആടുകളുടെയും കന്നുകാലികളുടെയും കൂട്ടത്തിൽ കടിഞ്ഞൂലായ ആണൊക്കെയും എനിക്കുള്ളതാകുന്നു. എന്നാൽ കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടുംകുട്ടിയെ കൊണ്ട് വീണ്ടുകൊള്ളണം. വീണ്ടുകൊള്ളുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഒടിച്ചു കളയണം. സ്തോത്രം. ഇതാണ് പ്രമാണം. കഴുതക്കുട്ടിയുടെ ആദിജാതനെ എന്ത് ചെയ്യണം? ആടിനെ കൊണ്ട് വീണ്ടെടുക്കണം. അത് നടന്നില്ലേ കഴുത്തൊടിക്കണം. പക്ഷേ ഈ കഴുതക്കുട്ടിയെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഒരു പ്രോമിസാണ്. യേശു ഈ കഴുതയുടെ മുകളിൽ കയറുവന്ന്, അതുകൊണ്ട് കഴുത്തൊടിക്കാൻ ആരെയും അനുവദിച്ചില്ല. എന്തുപറ്റി? കെട്ടപ്പെട്ട കഴുതയെ ദൈവത്തിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഒരുപക്ഷെ നിങ്ങളുടെ തലമുറകൾ ഈ ഒരു മെസ്സേജ് കേൾക്കുന്ന സമയത്ത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയവരായിരിക്കാം. പക്ഷേ നിങ്ങൾ വാ തുറന്നു പറയണം, എൻ്റെ കുഞ്ഞിനെക്കുറിച്ച്, എൻ്റെ മോനെക്കുറിച്ച്, എൻ്റെ മോളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. കർത്താവിന് അവനെ ആവശ്യമുണ്ട്. ലോകത്തിന് ആവശ്യമുണ്ടെന്നല്ല, പാപത്തിന് ആവശ്യമുണ്ടെന്നല്ല, ഡ്രഗ്സിന് ആവശ്യമുണ്ടെന്നല്ല. എൻ്റെ യേശുവിന് എൻ്റെ കുഞ്ഞിനെ ആവശ്യമുണ്ട്. എൻ്റെ ദൈവത്തിന് എൻ്റെ കുഞ്ഞിനെ ആവശ്യമുണ്ട്. ആ ബന്ധനത്തിൽ നിന്ന് പുറത്തെടുക്കാൻ, ദൈവ പദ്ധതിയുള്ളവരെ പുറത്തെടുക്കാൻ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. പിശാച്
ബന്ധിച്ച ബന്ധനത്തിൽ നിന്ന് ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, ആത്മീകമാകട്ടെ പുറത്തെടുക്കുന്ന ഒരുവനേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. 2, മാനസിക തലത്തിൽ വെളിപ്പെടുന്ന ഒരു ബന്ധനമാണ്, ഒരു തടസ്സമാണ്. നമ്മൾ യശയ്യാപ്രവാചകൻ 58:5 വായിച്ചു, മുഖത്തിൻ്റെ അമ്മിക്കയറായി അഴിക്കാൻ. അവിടെ വായിക്കുന്ന അണ്ടു ദ ഹെവി ബേർഡൻ, ഭാരം. പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നു, ഉപവസിക്കുന്നുണ്ട്, പക്ഷെ ഭാരമാണ്. ഉറങ്ങാൻ നേരത്ത് ഭാരം, യോഗത്തിന് വരുമ്പോൾ ഭാരം, തലമുറയോർത്ത് ഭാവിയെക്കുറിച്ചൊക്കെ ഭാരമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എബ്രായ ലേഖനത്തിൽ എങ്ങനെയാണ് വായിക്കുന്ന 12-ാം അധ്യായത്തിൽ, സകല ഭാരം മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടണം. പാപം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാരം. ഭാരവും പാപവും തുല്യമായ രീതിയിലാണ് ദൈവത്തിൻ്റെ വചനം കാണുന്നത്. ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 34-36 വാക്യങ്ങളിൽ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയമതിവശനത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട്, അപ്പം കഴിക്കുന്നത് നിമിത്തം, ഉപജീവന ചിന്തകൾ നിമിത്തം എന്തുണ്ടാവും? ഭാരം ഉണ്ടാവും. ആ ഭാരം ഒരു ബന്ധനമാണ്. അത് ദൈവരാജ്യത്തിലേക്ക് പോകുന്നത് നമ്മളെ തടസ്സം ചെയ്യുന്നതാണ്, പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്തതാണ്, ആരാധിക്കാൻ സമ്മതിക്കാത്തതാണ്, ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മുൻപോട്ട് പോകാൻ സഹായിക്കാത്തതാണ് ഭാരം. ഇഹലോകത്തിൻ്റെ ചിന്തകൾ മുള്ളിനിടയിൽ വീണ വിത്തിനെ ഞെരുക്കിക്കളഞ്ഞു. എന്താ അതിൻ്റെ അർത്ഥം? ഭാരം വെച്ചുകൊണ്ട് ജീവിക്കരുത്. അത് മാനസിക തലത്തിൽ നമ്മളെ ബന്ധിക്കുന്നതാണ്. ഏലിയാവെന്ന് പറയുന്ന ദൈവമനുഷ്യൻ ഒരു വാക്ക് കേട്ടപ്പോൾ തളർന്നുപോയി. ഇസബേലിൻ്റെ വാക്ക് കേട്ട് തളർന്നുപോയി, മാനസികമായി ഡൗണായിപ്പോയി. എത്ര ശരീരത്തിന് ബലമുണ്ടെന്ന് പറഞ്ഞാലും മനസ്സ് തകർന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഒന്നിനും കൊള്ളത്തില്ല. എന്നാൽ ആ ഒരു കെട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. വചനം പറയുന്ന നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. 1 കൊരിന്ത്യർ 7:32 ദൈവവചനം പറയുന്നു, നിങ്ങൾ ചിന്താകുലമില്ലാത്തവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്നവരെ, വചനം കേൾക്കുന്നവരെ, ദൈവമക്കളെ, നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരുവരുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവമുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിന് ഭാരപ്പെടണം? ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ അലട്ടുന്ന വലിയ പ്രശ്നമുണ്ടല്ലോ, അത് കർത്താവിൻ്റെ കാൽക്കൽ വെച്ച് സമർപ്പിക്കും. നിൻ്റെ ഭാരത്തെ എടുക്കുന്ന ഒരു ദൈവമുണ്ട്. തീങ്കൽ മെഴുകുരുകി മാറുന്നത് പോലെ, സൂര്യപ്രകാശത്തിന് മുമ്പിൽ മഞ്ഞുരുകി മാറുന്നത് പോലെ പ്രതിസന്ധികളെയും ഭാരങ്ങളെയും ഉരുക്കിക്കളയുന്നവനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കാം. ആമേൻ. മാനസിക തലത്തിലുണ്ടാകുന്ന ബന്ധനത്തെ ഇല്ലാതാക്കാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഒന്ന്, പിശാച് വരുത്തിയ ബന്ധനം, ശാരീരിക, മാനസിക, ആത്മീക തലത്തിൽ ശരീരത്തിൽ അനുഭവിക്കുന്ന ബന്ധനം, മനസ്സിനെ അലട്ടുന്ന ബന്ധനം. മറ്റൊന്നാണ് നാം തന്നെ നമ്മെ പലപ്പോഴും ബന്ധിക്കും എന്ന് പറഞ്ഞാൽ, അന്യായ ബന്ധനം എന്ന് പറഞ്ഞാൽ ബന്ധിക്കപ്പെട്ട ആൾ അറിയുന്നില്ല അവർ ബന്ധിക്കപ്പെട്ടെന്ന്. സ്തോത്രം. നമ്മൾ തന്നെ നമ്മെ പലപ്പോഴും ബന്ധിക്കാറുണ്ട്. ഒരു കാര്യം ഓർത്തോണം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവം ഇതെല്ലാം ബന്ധിക്കാൻ പിശാചിന് കഴിയത്തില്ല, സാത്താന് കഴിയത്തില്ല. അതാ ദൈവജനത്തിൻ്റെ ധൈര്യം, ബലം. പക്ഷേ നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ, നമ്മൾ ആത്മീയമായി ഉറങ്ങുമ്പോൾ നാം ബന്ധിക്കപ്പെടുകയാണ്. 1-2 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. നമ്മൾ തന്നെ നമ്മെ ബന്ധിച്ചതിൻ്റെ തെളിവ്. അതിൻ്റെ ഒരു വശമെന്ന് പറയുന്നത്, നമ്മൾ പോലും അറിയാതെ ആത്മീയമായി നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ ബന്ധിക്കപ്പെടുകയാണ്. വിശുദ്ധ തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് സുവിശേഷങ്ങളിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു കള വിതച്ചിട്ട് പോയി. മനുഷ്യൻ ഉറങ്ങുമ്പോൾ കള വിതച്ചു. പ്രാർത്ഥിക്കേണ്ട സമയത്ത്, ആരാധിക്കേണ്ട സമയത്ത്, ഉണർന്നിരിക്കേണ്ട സമയത്ത്, നിർമ്മതരായിരിക്കേണ്ട സമയത്ത് നമ്മൾ ഉറങ്ങുമ്പോൾ അറിയാതെ കള വിതയ്ക്കും. കള വിതയ്ക്കുമ്പോൾ അറിയത്തില്ല വിതച്ചത് കളയാണ്, വിതച്ചത് ഗോതമ്പ. പക്ഷേ വളർന്നു വരുമ്പോൾ അറിയുന്നത് അത് കളയായിരുന്നു. ആരാ കാരണം? ശത്രുവല്ല, പിശാചല്ല, നമ്മൾ ഉറങ്ങിയതതിൻ്റെ കാരണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളെ ആത്മീയമായി ഉറങ്ങിയതിൻ്റെ പേരിൽ ശത്രു വിതച്ച സകല കളകളും ആത്മാവിൽ ഉണർന്നുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടാൻ തയ്യാറാണെങ്കിൽ ആ ബന്ധനങ്ങളെ അഴിക്കുന്നവനാണ് കർത്താവ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം
8-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ ഷിമോൻ എന്ന് പറയുന്ന മനുഷ്യനെ കാണാം. അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ ആളുകൾക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. അത് കണ്ടുകൊണ്ട് ആഭിചാരക്രിയകളൊക്കെ ചെയ്ത ഈ മനുഷ്യൻ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ പണം കൊടുത്തിട്ട് പറഞ്ഞു, എനിക്കും ഇത് വേണം. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന പരിപാടി പണം കൊടുത്ത് മേടിക്കാൻ നോക്കി. അപ്പോൾ ദൈവദാസൻ പറയുന്നൊരു കാര്യം 23-ാം വാക്യത്തിലുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഷിമോനോട് പറയുകയാണ്, നീ കൈപ്പുള്ള വകയിലും അനീതിയുടെ ബന്ധനത്തിലകപ്പെട്ടിരിക്കുന്നു. അനീതിയുടെ ബന്ധനം, സ്വയം വരുത്തി വെക്കുന്ന ബന്ധനമാണ് അനീതിയുടെ ബന്ധനം. അനീതിയുടെ ബന്ധനത്തിലാണ് നീ. അതാര് വരുത്തിയതാ? സ്വയം വരുത്തി വെച്ചതാ. സ്വയം പാപം ചെയ്തപ്പോൾ വരുത്തി വെച്ചതാ. ദൈവഹിതമില്ലാത്ത ചെയ്തപ്പോൾ വരുത്തി വെച്ചതാ. സ്വയം വരുത്തി വെക്കുന്ന ഒരു ബന്ധനത്തെ കൂടെ കാണിച്ചു വരാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 28-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നത്, ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്. ദൈവത്തിൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പരിഹസിക്കുവാൻ നമുക്കധികാരമില്ല. നമ്മളങ്ങനെ പരിഹസിക്കുമ്പോൾ ദൈവവചനം പറയുന്നു, നിൻ്റെ ബന്ധനം മുറുകുക. അതിനാരാ ഉത്തരവാദി? പിശാചല്ല ഉത്തരവാദി. അതിനാരാ ഉത്തരവാദി? മറ്റു മനുഷ്യരല്ല ഉത്തരവാദി. അതിന് നമ്മൾ തന്നെ ഉത്തരവാദി. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഗിദെയോനെക്കുറിച്ച് വായിക്കാം അല്ലേ? 8-ാം അധ്യായത്തിൽ അദ്ദേഹം മിദ്യാനി ശക്തികൾക്കെതിരെയൊക്കെ ശക്തമായി ന്യായപാലനം ചെയ്ത ദൈവദാസനാണ്. 8-ന്റെ 27-ാം അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നൊരു പരാജയമുണ്ട്. ഇങ്ങനെ വായിക്കുന്നു, ഗിദെയോൻ അതുകൊണ്ട് ഒരു ഏഫോദ് ഉണ്ടാക്കി തൻ്റെ പട്ടണമായ ഓഫ്രിയിൽ പ്രതിഷ്ഠിച്ചു. ഇസ്രായേലെല്ലാം അവിടേക്ക് പരസംഗമായി അതിൻ്റെ അടുക്കൽ ചെന്നു. അത് ഗിദെയോനും അവൻ്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു. കണ്ടോ, അതൊരു കണിയായി തീർന്നു, അതൊരു ട്രാപ്പായി തീർന്നു. ആര് വരുത്തി വെച്ചതാ? ഗിദെയോൻ തന്നെ വരുത്തി വെച്ചതാ. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഉണർന്നിരിപ്പീൻ, നിർമ്മതരായിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടതെന്ന് പറഞ്ഞ് അലറുന്ന സിംഹമെന്ന പോലെ ഉടാടി സഞ്ചരിക്കുകയാണ്, ചുറ്റി സഞ്ചരിക്കുകയാണ്. യോശുവയുടെ ജീവിതം പഠിക്കുമ്പോൾ അദ്ദേഹത്തിനും ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു അബദ്ധം സംഭവിച്ചു. യുദ്ധവീരനാണ്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ദൈവത്തോട് പറ്റിയിരുന്നവനാണ്. പക്ഷേ ദൈവത്തോട് പറ്റിയിരുന്നവനാണെങ്കിലും ഒരു വിഷയം വന്നപ്പോൾ 9:14 ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ ഇസ്രായേൽ പുരുഷന്മാർ യഹോവയോട് ചോദിക്കാതെ അവരുടെ ഭക്ഷണം സാധനം വാങ്ങി ആസ്വദിച്ചു. യോശുവ അവരോട് സഖ്യതയും അവരെ ജീവനോടെ രക്ഷിക്കുമെന്ന് ഉടമ്പടി ചെയ്തു. സഭയിലെ പ്രഭുക്കന്മാരും അവരോട് ഉടമ്പടി ചെയ്തു. ആമേൻ. ദൈവമക്കളെ നോക്കിക്കുക, യോശുവ നല്ലയാളാണ്, പക്ഷേ പറ്റിയ പരാജയം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്തു. വ്യക്തിപരമായ ജീവിതത്തിൽ സ്വയം വരുത്തി വെക്കുന്ന ബന്ധനങ്ങളുടെ കാരണം 1 നമ്മുടെ വ്യക്തിപരമായ പാപമാണ്. 2 ദൈവാലോചന ചോദിക്കാതെ സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ബന്ധനത്തിലേക്ക് എത്തും. നിങ്ങൾ നോക്കിക്കേ, ശിംശോനെക്കുറിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കാൻ കഴിയും. ദലീല അവനെ ഒതുക്കി. എന്താ ഒതുക്കിയതിൻ്റെ കാരണം? ദലീലയുടെ അടുത്ത് അവൻ സ്വയം വിട്ടുകൊടുത്തത് കൊണ്ടാണ്. അന്യായ ബന്ധനം എന്ന് പറയുമ്പോൾ അറിയത്തിൽ ഈ ബന്ധനം വീഴുന്നത്. അവിടെ വായിക്കുന്ന യഹോവ തന്നെ വിട്ടുമാറിയത് ഗിദെയോൻ അറിഞ്ഞില്ല. ശിംശോൻ അറിഞ്ഞില്ല. അവനറിഞ്ഞില്ല തൻ്റെ ശക്തി തനിക്ക് വിട്ടുപോയത്. നിന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, നീ പലപ്പോഴും അറിയുന്നില്ല നിന്നെ വിട്ടുപോകുന്ന ദൈവ സാന്നിധ്യം. നീ ദൈവത്തിൽ നിന്ന് അകലെന്ന് നീ പലപ്പോഴും അറിയുന്നില്ല. വചനത്തിൽ നിന്ന് തെന്നുമാറുന്നു നീ അറിയുന്നില്ല. ഇനി ദൂത് കേൾക്കുമ്പോൾ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തോടടുത്ത് വരുവാൻ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. അന്യായ ബന്ധനങ്ങളോട് കീഴിൽ നിൽക്കേണ്ടവരല്ല ദൈവമക്കൾ. നുഖത്തിൻ്റെ അമ്മിക്കയറിൻ്റെ കീഴിൽ കിടക്കേണ്ടവരല്ല. പീഡിപ്പിക്കപ്പെട്ട് കിടക്കേണ്ട അവസ്ഥയിലുള്ളതല്ല. ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ ജനം. അപ്പോൾ തന്നെ ദൈവമക്കളെ ഇവിടെ പറയുന്നു, പീഡിതരെ സ്വതന്ത്രരായി വിട്, എല്ലാ നുഖത്തെയും തകർക്കണം. ഒരു ഭാഗത്ത് അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഒരാളെ മാനസികമായി മുറിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദൈവ മക്കൾക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ബന്ധനമായി തീരും. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിൽ തിരുവചനം ഇങ്ങനെ പറയുന്ന രോഗശാന്തിയെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് അവിടെ പറയുന്നത്. അവിടെ വ്യക്തമായി ഇങ്ങനെ പറയുന്നു, എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ.
നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നമുക്ക് മറ്റു വ്യക്തികളോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, വിഷമങ്ങളുണ്ടെങ്കിൽ, ദേഷ്യമുണ്ടെങ്കിൽ നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടത്തില്ല. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന പറയുന്നു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ, പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതാണ് കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്നത്, അന്യോന്യം ക്ഷമിപ്പീൻ. എന്നിട്ട് പറയുക, ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം. പിതാവായ ദൈവം ക്രിസ്തുയേശുവിൽ നമ്മളോട് ക്ഷമിച്ചു. നമ്മുടെ ഭാഗത്തായിരുന്നു തെറ്റല്ലേ? ദൈവത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല, ദൈവത്തിൻ്റെ ഭാഗത്തായിരുന്നു നീതി. പക്ഷേ എന്നിട്ടും ഇങ്ങോട്ട് വന്ന് ക്ഷമിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂട്ടുവിശ്വാസിയോട്, ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, ഏതെങ്കിലും ഒരു വ്യക്തിയോട് പിണങ്ങിയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെറുതെയാകും, വചനം കേൾക്കുന്നത് വെറുതെയാകും, ആരാധന വെറുതെയാകും, അന്യഭാഷ പറയുന്നത് വെറുതെയാകും, ഉപവാസം വെറുതെയാകും. ക്ഷമ പറയാനുള്ള ഒരു ക്ഷമ പറയുന്നതാണ് ബന്ധനങ്ങളെ അഴിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത്. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വിടുതൽ കൊടുക്കുക. ആമേൻ. എത്രയോ ശ്രേഷ്ഠകരമാണ് ദൈവത്തിൻ്റെ വചനം. 1, ശരീരത്തിനേറ്റ ബന്ധനം. 2, മനസ്സിനേറ്റ ബന്ധനം. 3, ആത്മതലങ്ങളിൽ വെളിപ്പെടുന്ന ബന്ധനം. 1, പിശാച് വരുത്തിയ ബന്ധനം. 2, നാം തന്നെ വരുത്തി വെക്കുന്ന ബന്ധനം. 3, മനുഷ്യർ കൊണ്ടിടുന്ന ബന്ധനം. മറ്റു മനുഷ്യരാൽ ബന്ധിക്കപ്പെട്ട ഒരുപാട് പേരുകളുണ്ട്. സ്തോത്രം. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ ലാസറിനെ കാണാം. ലാസറിൻ്റെ കല്ലറയുടെ വാതിക്കൽ വന്നുകൊണ്ട് യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, കല്ലുരുട്ടി മാറ്റ്. അതൊരു ആത്മീയ അർത്ഥമുണ്ട്. ആരാ കല്ലുരുട്ടി വെച്ചത്? ആരാണ് ഉരുട്ടി വെച്ചത്? അവരെ കൊണ്ട് തന്നെ ദൈവ പദ്ധതി ഉള്ളവരുടെ മുമ്പിൽ മനുഷ്യൻ ഉരുട്ടിയ കല്ലിനെ ദൈവം തന്നെ ഉരുട്ടി മാറ്റും. അവൻ വീണ്ടും ലാസറിൻ്റെ കല്ലറയുടെ വാതിക്കൽ നിന്ന് കർത്താവ് പറയുന്ന ഒരു കാര്യം, അവൻ്റെ കെട്ട് അഴിപ്പീൻ. 11-ാം അധ്യായത്തിൻ്റെ 44-39 വാക്യങ്ങളാണ് ഞാൻ ഉദ്ധരിച്ച് പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കെട്ടിയത് അവരെ കൊണ്ട് തന്നെ ദൈവം അഴിപ്പിക്കും. മനുഷ്യൻ ഉരുട്ടി വെച്ചത് മനുഷ്യനെ കൊണ്ട് തന്നെ ദൈവം അഴിപ്പിക്കും. പിശാച് കെട്ടിയ കെട്ടിനെ യേശു അഴിക്കും. പക്ഷേ നാം കെട്ടിയത് നാം തന്നെ അടിക്കണം. നമ്മൾ ക്ഷമ പറയേണ്ടടുത്ത് നമ്മൾ തന്നെ ക്ഷമ പറയണം. നമ്മൾ താഴ്ത്തി കൊടുക്കേണ്ടടുത്ത് നമ്മൾ തന്നെ താഴ്ത്തി കൊടുക്കണം. ഈ കെട്ടുകളും ബന്ധനങ്ങളും അഴിക്കുന്ന ഒന്ന് യേശു ക്രിസ്തുവാണ്. യോഹന്നാൻ 8:36. 2 വചനമാണ്. 2 തിമോത്തിയോസ് 2:9 വായിക്കുന്നു, ദൈവവചനത്തിന് ബന്ധനമില്ല, ബന്ധിക്കപ്പെട്ടവൻ്റെ ബന്ധനം അഴിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങളെല്ലാ ദിവസവും വചനം കേൾക്കുമ്പോൾ നിങ്ങളറിയുന്നില്ല, നിങ്ങളറിയാതെ ഈ വചനം നിങ്ങളുടെ കെട്ടുകളെ അഴിക്കും, ബന്ധനങ്ങളെ അഴിക്കും. നിങ്ങളറിയാതെ ബന്ധിച്ചത് ഭൗതിക, ശാരീരിക, ആത്മീക, സാമ്പത്തിക മേഖലയിൽ ബന്ധിച്ച ബന്ധനങ്ങളെ അഴിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. വചനം കേൾക്കുമ്പോൾ മാനസാന്തരമുണ്ടാകും, വചനം കേൾക്കുമ്പോൾ ശുദ്ധീകരണമുണ്ടാകും, വചനം കേൾക്കുമ്പോൾ ക്ഷമ പറയാൻ തുടങ്ങും. അപ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. 3, പരിശുദ്ധാത്മാവാണ്. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമവിശ്വാസി ആരാധിക്കുന്നത് ആത്മാവിലാണ്. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. ആത്മാവായ ദൈവത്തെ സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിന് നമസ്കരിക്കുന്നുവെന്ന് ശമരിക്കാരിത്തിയായ സ്ത്രീയോട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ബന്ധനങ്ങളെ തകർക്കും. അതാണ് യെശയ്യാവ് പറഞ്ഞത്, അനോയിൻറ്റിങ് ഷാൽ ബ്രേക്ക് ദ യോക്ക്. പുഷ്ടി നിമിത്തം നുഖം തകർന്നു പോകും. അഭിഷേകത്തിൻ്റെ ശക്തിയിൽ നീ ആരാധിക്കുമ്പോൾ നിൻ്റെ കെട്ടഴിക്കും. അന്യഭാഷ പറഞ്ഞ് നീ ആരാധിക്കുമ്പോൾ, പോരാടുമ്പോൾ നിനക്കഴിയാൻ പറ്റാത്തതിനെ അഴിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാം ഈ വചനത്തിൽ. എത്ര വലിയ ബന്ധനത്തിൻ്റെ കീഴിലുണ്ട് അവസ്ഥ. ഒരുപക്ഷെ പാപം ചെയ്തത് നിമിത്തമാണ് ഈ ബന്ധനങ്ങളെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുന്നത്. രക്ഷിക്കപ്പെട്ട്, സ്നാനപ്പെട്ടു, ഉപവസിച്ചു, എല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് മാറിപ്പോയി. തെറ്റ് ചെയ്തു, പാപം ചെയ്തു, ആത്മീയം ഉറങ്ങി. എന്നാൽ ഇന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? കർത്താവേ, സകല പോരുകളിൽ നിന്നും, പോരാട്ടങ്ങളിൽ നിന്നും, ബന്ധനങ്ങളിൽ വിടുവിക്കണമേ എന്ന് പറഞ്ഞ് അനുതാപത്തോടെ വചനത്തിനു മുമ്പാകെ പ്രാർത്ഥനയോടെ കടന്നു വരുന്ന വിശ്വാസത്തോടെ വന്നാൽ കർത്താവ് നമ്മെ വിടുവിക്കും. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ,
ഉപവാസവും പ്രാർത്ഥനയും ബന്ധനങ്ങളെ അഴിക്കുന്നതാണ്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ലെന്ന് കർത്താവിൻ്റെ വചനത്തിൽ വായിക്കുന്നു. 3, അഭിഷേകത്തിൽ നിറഞ്ഞുള്ള ആരാധന. വീട്ടിൽ വലിയ പ്രശ്നം വരുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്തിരുന്ന അഭിഷേകത്തിൽ ആരാധിക്കുക. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൈകോർത്തിരുന്ന അഭിഷേകത്തിൽ ആരാധിക്കുന്നവൻ്റെ വീട്ടിനകത്തെ കെട്ടുകൾ ദൈവം അഴിക്കും. പ്രാർത്ഥിക്കുന്നവൻ്റെ കുടുംബത്തിനകത്ത്, അഭിഷേകത്തിൽ ആരാധിക്കുന്നവൻ്റെ കുടുംബത്തിനകത്ത്, കൂടാരത്തിനകത്ത് ഒന്നും വെളിപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. 4-മത്തെ കാര്യം, വിശുദ്ധിയോടെ ജീവിക്കണം. നാം വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ പിശാചിന് നമ്മിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 1, ദൈവപദ്ധതിയുള്ളവരെ പിശാചിന് ബന്ധിക്കാൻ പറ്റത്തില്ല. വാക്തത്വമുള്ളവരെ പിശാചിന് ബന്ധിക്കാൻ പറ്റത്തില്ല. അഭിഷേകമുള്ള ഒരു വ്യക്തിയെ പിശാചിന് ബന്ധിക്കാൻ പറ്റത്തില്ല. ദൈവപദ്ധതിയുള്ളവൻ കെട്ടപ്പെട്ട് കടന്നാലും അവനെ പുറത്തെടുക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. അപ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ബന്ധനം അഴിക്കാനാണ് ദൈവം ഈ ലോകത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ കെട്ടുകളെ അഴിക്കാനാണ് ദൈവം നമ്മൾ ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയാണ് പലർക്കും. ആമേൻ. ശിംശോൻ കെട്ടപ്പെട്ട് കിടക്കേണ്ടവനല്ല. പക്ഷേ അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, കരങ്ങൾ ബന്ധിച്ചു, ശരീരം ബന്ധിച്ചു. അവനിപ്പോൾ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം അവനെക്കുറിച്ചുള്ള വിളി. മറ്റുള്ളവൻ്റെ ബന്ധനം അഴിക്കേണ്ടവൻ ഇപ്പോൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ആമേൻ. പത്രോസ് അതുപോലെ വിടുതൽ കൊടുക്കേണ്ടവനാണ്, പക്ഷേ അവൻ ബന്ധിക്കപ്പെട്ട് കിടക്കുക. പക്ഷേ ആ പ്രശ്നങ്ങളിലെല്ലാം പുറത്തെടുത്തു. പത്രോസിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടത് ദൈവം അറിഞ്ഞിട്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്നും ദൈവശക്തി എന്താണെന്നും പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നും വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവമായിട്ട് കൊടുത്തതാണ്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ട് വന്നതല്ല. പക്ഷേ ശിംശോൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വീഴ്ച, പരാജയമാണ് അതിന് കാരണമായി തീർന്നത്. ഈ മെസ്സേജ് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ തീരുമാനമെടുക്കാവോ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമ്മിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിടുക, എല്ലാ നുഖത്തെയും തകർക്കുക. ഇതത്രേ ഞാൻ ഇഷ്ടപ്പെടുന്ന ഉപവാസം. ശാരീരിക, മാനസിക, ആത്മീക തലങ്ങളിൽ പിശാച് മനുഷ്യൻ സ്വയമായി കിട്ടിയ സകലതിനെ അഴിക്കുന്ന ഒരുവനുണ്ട്, യേശുക്രിസ്തു. യേശുക്രിസ്തു സ്വാതന്ത്ര്യം വരുത്തുന്നവനാണ്. യേശുവിൻ്റെ വചനം സ്വാതന്ത്ര്യം വരുത്തുന്നതാണ്. പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യം വരുത്തുന്നതാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ലോക രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വചന സന്ദേശം ശ്രദ്ധിച്ച സകല വ്യക്തികളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് സ്വാതന്ത്ര്യം തരുന്ന ദൈവമാണ്. ഞങ്ങളുടെ നിത്യ ജീവൻ്റെ പ്രാപിക്കുന്നതിന് തടസ്സമായി, ആത്മീക ജീവിതത്തിൻ്റെ ഉന്നമതിക്ക് തടസ്സമായി ദുഷ്ടനായ പിശാചിൻ്റെ സകല പദ്ധതികളും ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ, ഞങ്ങൾ ഏറ്റുപറയുമ്പോൾ, ഞങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ, ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ മാറിപ്പോകുമെന്ന് വചനത്തിലൂടെ ഞങ്ങൾ കേട്ടു. അവിടുത്തെ വരവരെ വിശുദ്ധിയോടെ വേർപാടം ജീവിപ്പാൻ ഞങ്ങളുടെ ജനത്തെ സഹായിക്കണമേ. ഈ വചനത്തിലൂടെയുള്ള സകല നന്മകളും അനുഗ്രഹങ്ങളും ഈ ശബ്ദം കേട്ട സകല വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ.